ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് മർദ്ദനമേറ്റതിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജ്. കുട്ടികൾക്കെതിരായ ഒരു അതിക്രമവും സർക്കാർ വെച്ചുപൊറുപ്പിക്കില്ല. ആയമാരുടെ നിയമനത്തിലെ മാനദണ്ഡം പരിശോധിക്കും. നിയമനത്തിന് പോലീസ് വെരിഫിക്കേഷൻ മാനദണ്ഡമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതുതായിട്ട് വരുന്ന നിയമനങ്ങളിൽ മാത്രമല്ല, നിലവിലുള്ളവർ കൂടി അവരുടെ കൂടി ഒരു പെർഫോമൻസ്, ഈ പറഞ്ഞതുപോലെ അവർ നേരത്തെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഹോമുകളിൽ അറിയാമോ, അല്ലെങ്കിൽ NGOകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അറിയാമോ, ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കുകയും അതിൻ്റെ ആ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അഭിരുചിയുണ്ട്, കുഞ്ഞുങ്ങളോടുള്ള സമീപനമുണ്ട്, അവരുടെ ഇഷ്ടമുണ്ട്, ഈ ഒരു സേവനത്തോടുള്ള അവരുടെ ഒരു അർപ്പണമുണ്ട്. ഇതെല്ലാം അസസ് ചെയ്തുകൊണ്ട് തുടർച്ച തീരുമാനിക്കേണ്ടതാണ്. അതോടൊപ്പം പുതിയ നിയമനങ്ങൾ വരുമ്പോൾ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ഉണ്ടാകണം. അത് എക്സ്പേർട്സിൻ്റെ തന്നെ ഒരു നേതൃത്വത്തിൽ ശാസ്ത്രീയമായി തന്നെ അത് ചുറ്റപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇക്കാര്യത്തിൽ ഒരു നിലപാടാണ് ഉള്ളത്. ആ നിലയിൽ തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്.